പണ്ട് എനിക്കൊരു ഗേൾഫ്രണ്ട് ഉണ്ടായിരുന്നു. ഗേൾഫ്രണ്ടിനെ കാണാൻ വേണ്ടി. അല്ല, നിനക്ക് മാത്രമേ ഉള്ളായിരുന്നു ഗേൾഫ്രണ്ട് ആയിട്ട്, അവക്ക് നീ ബോയ് ഫ്രണ്ട് അല്ലേ? റോഡ് മാത്രം കാണിക്കാവോ? അപ്പൊ നമ്മൾ ഓഫ് റോഡ് ചെയ്യാൻ പോകും. റോഡ് മാത്രം. അപ്പൊ ഗൈസ് ഇന്ന് ഇശലിന്റെ ബർത്ത്ഡേ ആണ്, നമുക്ക് ഇന്ന് അവിടെ പോകണം. പക്ഷെ അതിന് മുന്നേ ഒരു പരിപാടി ഉണ്ട്. യുവമാർക്ക് യൂട്യൂബ് ചാനലിലെ വീഡിയോ 2 മില്യൺ ആകാറായതിന്റെ ചെലവ് വേണമെന്ന് പറഞ്ഞ് നമ്മൾ ഷവർമ മേടിച്ചു കൊടുക്കാൻ ഷവർ മേക്കറിലേക്ക് പോവുകയാണ്. ആദ്യം ഹരിപ്പാടുള്ള ഹാങ് ഔട്ടിൽ പോകുന്നതാണ് കരുത്, പിന്നെ പ്ലാൻ മാറ്റി 2-ാം കുറ്റിലുള്ള ഷവർ മേക്കറിലേക്ക് ആക്കി. നമ്മൾ സെഡ് പാട്ടൊക്കെ ആണല്ലോ. അവിടെ ചെന്നപ്പോ രാവണപ്രഭു പടം ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിലെ പാട്ടൊക്കെ കേട്ടിരിക്കുകയാണ്. കോപ്പിറൈറ്റ് ആണ്ട് ഞാൻ ബാക്കി കേൾപ്പിക്കുന്നില്ല. എവിടെ ഇരിക്കും? നമുക്ക് ഗ്രീനറിൽ എടുത്തിരുന്നാലും പടം വിട് ബ്രോ. ഞങ്ങള് കൈ കഴിച്ചപ്പോഴത്തേക്ക് രാവണപ്രഭു പടവരങ്ങ് ഓഫാക്കി. അപ്പൊ അത് ഓണാക്കാൻ പറയാൻ ചെല്ലാണ് ജാസി. മൂവി ബാക്കി ഇടാവും. അല്ല, മൂവി ഇട്ടോണ്ടിരുന്നല്ലേ, അതൊക്കെ ഇടാവും ഉദ്ദേശിച്ചിട്ടുണ്ട്. എന്താ പറഞ്ഞു ഇടാന്ന് പറഞ്ഞു ഇട്ടിരിക്കുന്നു ഗൈസ്. പടം സക്സസ്. നീ അതൊക്കെ മൈക്കിൽ പറയണം. ഇവന് കൊടുക്കും, നിനക്ക് മൈക്കിന്റെ ആവശ്യമില്ല. അങ്ങനെ ഞങ്ങൾ 3 പേരുടെ 4 ഷവർമ പറഞ്ഞു. ഒരു വോൾമീറ്റ്, ഒരു മെക്സിക്കൻ, ഒരു ലെബനീസ്, ഒരു ഷവർ മേക്കർ സ്പെഷ്യലും. അങ്ങനെ ഞങ്ങൾ ഷവർമയൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി. ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഇശലിന്റെ ബർത്ത്ഡേ ആണ്, അങ്ങോട്ട് പോകണം. അതിന് മുന്നേ ഇവന്റെ അനിയനെ കൊണ്ടൊന്ന് കാർ ഓടിപ്പിക്കണം. അവന് ലൈസൻസ് ഉണ്ട്, എന്നാലും അവൻ അങ്ങനെ ഓടിച്ച് ശീലമാത്തതുകൊണ്ട് കൈ തെളിയിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് കയറിയതാണ്. ഓടിക്കാൻ പഠിച്ചു പോയേ അവന്റെ ഉമ്മ കൊടുത്തു. ഇല്ല, എന്തുവാളുടെ പേരെന്തുവാ? മറ്റേ കണക്കിന്റെ സ്തംഭന, ഭൂലോകത്തിന്റെ സ്പന്ദനം കണക്കിലാന്ന് പറയുന്നത്. തിലകന്റെ ആ ക്യാരക്ടറിന്റെ പേരെന്തുവാ? ചാക്കോ മാഷി പറയുന്ന പോലെ നീ അവന്റെ സീറ്റ് ഒന്ന് തുടച്ചോട്, അതുപോലെ ഉണ്ട്. അല്ല, നീ എത്ര പ്രായം എത്രയായി നീ പഠിക്കാൻ? ശരിയാ, അതൊന്നും എല്ലാരും കൂടെ വിചാരിച്ചിട്ടില്ലേ. ചുബേരി പാട്ട് സൗണ്ട് ഇട്, നല്ല കേക്കത്തില്ല. പാട്ടിടാൻ പറ്റത്തില്ല, കോപ്പിറൈറ്റ് അടിക്കും. ഓടടിച്ചത് പുള്ളി വേണം. അത് കേട്ടത് ചാടാൻ നിക്കുവോ ആത്മഹത്യ ശ്രമോ ഇതുപോലെ അവര് ചാടിയപ്പോഴും. അത് പക്ഷെ വീഡിയോക്കകത്ത് കിട്ടിയില്ലേ? ഡാഷ് ക്യാം വെക്കണം. അങ്ങനെയാണ് ഒരു കണ്ടന്റ് പോയത്. എല്ലാം കണ്ടന്റാ. ഒരാള് മരിച്ചടക്കോ, അത് കണ്ടന്റ് ആക്കിയവരാ. ആണോ? ഇങ്ങനൊക്കെയാ പഠിക്കുന്നേ? ഇതൊരു ഇങ്ങനെ പഠിച്ചതാ. കൊച്ചായും പാപ്പായിട്ട് ഇതിലേക്ക് വിട്ടത്. ഡ്രൈവിംഗ് സ്കൂളാ. ലൈസൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. എക്സ്പീരിയൻസ് ഇല്ലെന്നേ ഉള്ളൂ. എക്സ്പീരിയൻസ് ഉണ്ട്, മടിയാ പക്ഷെ വണ്ടി ഓടിക്കാൻ. വീട്ടിൽ വണ്ടി ഇടുന്നാലും ഓടിക്കത്തില്ല അല്ലേ? അവൻ നോക്കുമ്പോ അവന്റെ ഇക്ക പഠിച്ചത് 30-ാം വയസ്സില്. അതെ അതെ, മൂത്തത്. അതിന്റെ ഇളയത് പഠിച്ചത് 25-ാം വയസ്സില്. 21 എന്താ 22 കൂട്ടി കുളക്കിയതല്ലേ? ആ സിഗ്നൽ കഴിയുമ്പോ റൈറ്റ്. ഇപ്പോഴും പഠിക്കാത്തവരുണ്ട് കേട്ടോ. ആ കിങ് ഫുഡ് ഒക്കെ ഇപ്പോഴും ഉണ്ടല്ലേ? എന്താണ് അടച്ചു? നീ പോയപ്പോഴത്തേനും അടച്ചു പോകത്തില്ലടാ അങ്ങനെ കടകളൊന്നും. അല്ല, പരിചയമില്ലാത്ത ഒരുപാട് കടകൾ വരികയും പരിചയമുള്ളതൊക്കെ പോവുകയും. വെക്കേഷനിലൊക്കെ ചായക്കട ഉണ്ടല്ലേ? നമ്മുടെ ചായപ്പിടിയോ? ചായപ്പീടിയ അതങ്ങനെ. നീ എന്തൊരു ആവശ്യമില്ലാത്തതൊക്കെ ഞെക്കാൻ പോകുന്ന അവിടെ? അവിടെ ടോക്കിയോ ഡ്രിഫ്റ്റ് നടത്തി നമ്മള് റെയിൽവേ സ്റ്റേഷൻ. ഹാൻഡ് ബ്രേക്ക് ഒക്കെ പിടിച്ചു. ഞാൻ കണ്ടടച്ചു, എനിക്ക് കാണാൻ വയ്യ. എന്തേലും ആ ചേച്ചി അങ്ങനെയാണ്. പുറയില് 2 അറ്റം കൂട്ടിമുട്ടാനുള്ളവന്മാരുണ്ട്. മറ്റേ ജീവിതത്തില് 2 അറ്റവും കൂട്ടിമുട്ടിക്കാൻ വേണ്ടി ഓടിക്കുവാന്ന് ഹോൺ അടിച്ചോണ്ടിരിക്കുക. നീ നിർത്തിയൊന്നും വെക്കണ്ട, നീ പയ്യെ അങ്ങ് പോയാ മതി. നേരെ നോക്കോട്ടോ. കായംകുളം കൊറേ നാളായല്ലേ കായംകുളം കണ്ടിട്ട്. ഇതൊക്കെ നമ്മളെ ഓർമ്മകൾ. ഇല്ല, ഞാൻ പാടുന്നതിന് എന്തോ കോപ്പറേറ്റ്. ചേച്ചി
ജാസിലിനെ അറിയാടാ പണ്ട് എനിക്കിട്ടുള്ള പറഞ്ഞ സീനാ. അത് വേണ്ട വേണ്ട ഒന്നും പറയണ്ട. അല്ല നിന്റെ അതല്ല എന്റെ അത് തന്നെ. പണ്ട് എനിക്കൊരു ഗേൾഫ്രണ്ട് ഉണ്ടായിരുന്നു. ഗേൾഫ്രണ്ടിനെ കാണാൻ വേണ്ടി. അല്ല നിനക്ക് മാത്രമേ ഉള്ളായിരുന്നു ഗേൾഫ്രണ്ട് ആയിട്ട്, അവക്ക് നീ ബോയ് ഫ്രണ്ട് അല്ലേ? അല്ല അങ്ങനൊന്നും അല്ല, എങ്കിലും ഏകദേശം അല്ലേ. ഞാൻ ഗേൾഫ്രണ്ടായി കണ്ടു, അവൾ എന്നെ ബോയ് ഫ്രണ്ടായി കണ്ടു. എനിക്കറിയില്ല. കായംകുളം ബസ് സ്റ്റാൻഡ്. അണ്ണാ അത് മാറിക്കണ്ണ. ആ ഉണ്ടാ പറഞ്ഞ മാറിയുണ്ടോ പറയണ്ടായിരുന്നു നമ്മള് പറഞ്ഞു. ആ അപ്പൊ അവളെ കാണാൻ വേണ്ടി, സംസാരിക്കാനെന്ന് പറയാൻ പറ്റത്തില്ല, കാണാനെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം സംസാരിക്കാൻ ഞങ്ങള് രണ്ടറ്റത്തൊക്കെ മാറി മറ്റേ ആ ഒരു സംസാരമൊക്കെ ഉള്ളായിരുന്നു. ആ അങ്ങനെ കൊറേ കാലം, അങ്ങനെ 3 കൊല്ലം എന്നെ സെറ്റാക്കി. അതിന്റെ പതയിലങ്ങ് പോവേ. പാട്ട് പാട്ടടാ, ലെറ്റർക്ക് പോയിട്ടാ. വണ്ടി ഉണ്ടോ നോക്കി ലെറ്റർക്ക് പോയിടാ. കോപ്പറേറ്റ് പ്രശ്നമുണ്ടോ? വേണ്ട വേണ്ട, കോപ്പറേറ്റ് കിട്ടും, വേണ്ട ഞാൻ പാടിക്കോളാം. വണ്ടി But you always need a light when it's burning low. അത് വേണ്ട. Only biscuits. Hi girls. ഓന്ന് മാറോടാ ഇതുപോലെ. അടാ അങ്ങനെ വേണോടാ, നമ്മളല്ലാതെ കരഞ്ഞു പോയിരുന്ന. അവള് ഓർത്ത് കരഞ്ഞിട്ടില്ലെന്നാണോ നീ പറയുന്നത്? അയ്യോ അഴീക്കൽ ബീച്ചിന്റെ താഴ്വാരങ്ങളിൽ, അല്ല ഇതൊരു ഓരങ്ങളിൽ. അത് അഴലിന്റെ ആഴങ്ങളിൽ എന്നല്ലേ? അന്നേ പോട്ടെ. നിന്നെ എവിടെ എനിക്ക് ഇഷ്ടമുള്ളത് തൊട്ടു വണ്ടി എങ്ങോട്ട് പോകുന്നു, സ്റ്റിയറിംഗ് എങ്ങോട്ട് പോകുന്നു നീ റോഡ് മാത്രം കാണിക്കാവോ? അപ്പൊ നമ്മൾ ഓഫ് റോഡ് ചെയ്യാൻ പോവാ. റോഡ് മാത്രം കാണിയിരി, ഞാൻ പറയുന്നേക്ക്. ഞാൻ വണ്ടി ഓടിക്കാൻ മേടിച്ചേ. നിങ്ങൾ ഈ AC ഇട്ടിട്ട് ഈ ഓഫ് ആക്കി വെച്ചതിന്റെ ഉദ്ദേശം? ആരാ റോഡ് കാണിക്കാ, നീ വണ്ടിയുടെ ഡാഷ് കാണിക്കാതെ. അങ്ങനെ അപ്പൊ അവിടെ സൂട്ടുകാരനെ ഞാൻ കയറ്റി വിട്ടില്ലേ, നമ്മുടെ പുറകെ നടന്ന ഏഴാണ്. കേറി പോണം. കറക്റ്റ് ഇമ്പാക്ട്. ഒരു പ്രഗ്നന്റ് ലേഡി ഉണ്ട് ഞങ്ങളുടെ വീട്ടില്. പെട്ടെന്ന് അവളെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട ഒരു സിറ്റുവേഷൻ വന്നാ, പെട്ടെന്ന് ഹോസ്പിറ്റലിലോട്ട് ഈ റോഡിൽ കൂടെ വന്നാ പ്രസവിക്കും. അതെ, ഈ റോഡിൽ കൂടെ എങ്ങനെ ഞാൻ ഒരു പാർട്ടിയെയോ അല്ലെ ഭരിക്കുന്നവരെയോ കുറ്റം പറയുന്നില്ല. ഇതിന് പുറകിൽ പ്രവർത്തിക്കാൻ കഴിയും, എന്നാൽ പ്രവർത്തിക്കാത്ത ചില വാർഡ് മെമ്പേഴ്സോ മുനിസിപ്പൽ കൗൺസിലറോ പിന്നെ MLA. ഇത് MLA ഫണ്ടിൽ നിന്നല്ലേ? ഇത് MLA ആരാ? ഓ MLA നമ്മുടെ പ്രതിഭ ചേച്ചിയാ. ആരെങ്കിലും ഒക്കെ ഒന്ന് പ്രതികരിക്കൂ, സഹകരിക്കൂ. ഒരു വയ്യാത്തൊരാളെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ ഒരു ആംബുലൻസ് വരണമെങ്കിലോ, അല്ല ഇപ്പൊ ഞങ്ങളുടെ അങ്ങനാണെങ്കിൽ അവളിപ്പം 9 മാസം പ്രഗ്നന്റാ. അവളെ കൊണ്ട് ചെയ്യാണ്ട 5 കിലോമീറ്റർ സ്പീഡില്ല വണ്ടി പോവാ. ഇമ്പാക്ട് എന്ന് അറിയിച്ച 5-ൽ പോയിട്ട് നമുക്ക് ഇത്രയും എന്തൊരു ഓഫ് റോഡാണ് ഇവിടെ കൂടെ. വണ്ടി നല്ലത് വാങ്ങിക്കണം. ഇതുവഴി ഓടിക്കണമെങ്കിൽ നമ്മൾ വല്ല ഓഫ് റോഡ് 4x4 വല്ല പഴയ ജീപ്പോ അല്ലെ മറ്റേ വില്ലീസോ അതൊക്കെ മേടിക്കേണ്ടി വരും. മറ്റേ ജീപ്പ് മറ്റേ റാംഗ്ലറോ അങ്ങനത്തെ എന്തെങ്കിലും, ലാൻഡ് ക്രൂസർ, ലാൻഡ് റോവർ, എന്ത് കൊടുക്ക് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ മേടിക്കേണ്ടി വരും. ഇതുണ്ടോ 10 മീറ്ററോ 20 മീറ്ററുള്ള കാര്യമൊന്നുമല്ല. ഈ റോഡ് അങ്ങ് വരെ ഇത് തന്നെ. എല്ലാരും തെറ്റുകാരല്ല, അത് പറയണം. എല്ലാരും തെറ്റ്, അതാ ഞാൻ പറഞ്ഞേ. ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ കായംകുളത്ത് കുറച്ച് ചപ്പ് കിടപ്പുണ്ടെന്നും പറഞ്ഞ് കേരളം മലിനമെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പം ചെയ്യേണ്ടവര് ഇതൊക്കെ കണ്ടറിഞ്ഞ് ചെയ്യുക. നിങ്ങളെ വിശ്വസിച്ച് വോട്ട് ചെയ്തൊക്കെ വിട്ടവര് വെള്ളം ഇല്ലെന്നല്ലേ പറഞ്ഞ? ആവശ്യത്തിന് വെള്ളം കിടക്കുന്നു. റോഡിലെല്ലാം വെള്ളം ഉണ്ടടാ, കുണ്ടും കുഴിയിലും. വീട്ടില് കുളിക്കാനോ അല്ലെങ്കിൽ ഒന്ന് സാധിച്ചിട്ട് കഴുകാൻ പോലും വെള്ളമില്ല പൈപ്പിലൊന്നും. കായലിന്റെ ചുറ്റും വെള്ളമാ. റോഡില് വെള്ളം, കായലില് വെള്ളം,
പക്ഷെ പൈപ്പിൽ വെള്ളമില്ല. വാട്ട് ടു ഡു മീൻ പിടിക്കാനാണ്. ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ എന്തുവാണ്? കേറാൻ പോകുന്നത്. യെസ്, മറ്റേ ജിപ്സി ഒക്കെ എടുക്കണം, മറ്റേ മിലിറ്ററിക്കാരുടെ. അന്നേരം എങ്ങനെ ബീഹാറിൽ നിന്ന് ഇങ്ങനെ വണ്ടി ഇറക്കാതിരിക്കും? മിലിറ്ററിക്കാരുടെ വണ്ടി എങ്ങനെ എടുക്കാതിരിക്കും? മറ്റേ കേസായത് അങ്ങനല്ലേ? ഭൂട്ടാൻ, ബീഹാറിൽ നിന്ന്. ഭൂട്ടാനിൽ നിന്ന് പട്ടാളക്കാരുടെ വണ്ടി എടുത്താൽ ഈ റോഡിൽ കൂടെ വണ്ടി ഓടിക്കാൻ ഇതുണ്ട്. വാട്ട് ബ്രോ വാട്ട് അടുക്കൂടെ കാണാൻ പോവാ. കേരളം സാധാരണക്കാർക്കുള്ളതല്ലടാ. അതെ അതെ, നോട്ട് ഫോർ ബിഗിനേഴ്സ് ബ്രോ. ബൈ ദ ബൈ. എന്തോടാ ഇടിച്ച് മതിലൊക്കെ കേട്ടടാ, കണ്ടന്റ് വരട്ടെ. നീ വയലൻസ് ചിന്തിക്കല്ലേ. എല്ലാ പാർട്ടിക്കാരെ അടിച്ചാക്ഷേപിക്കരുത്. അപ്പൊ നമ്മൾ വീട്ടിലെത്തിയോ പോത്ത്. അപ്പൊ ഇനി നെക്സ്റ്റ് പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇശലിനെയും കൊണ്ട് അമലാളിന്റെ അടുത്തേക്ക് പോകണം. അപ്പൊ നമ്മള് ഇന്ന് ഈ കൊരങ്ങയെ വിളിക്കാൻ വന്നതാണ്. കൊരങ്ങ കയറി ഇരിക്കുന്നുണ്ടോ? മണിക്കുട്ടനെ വിളിക്കാനോ കൊരങ്ങ? മണിക്കുട്ടൻ മര്യാദയ്ക്ക് സീറ്റല്ല കയറി ഇരിക്കുന്നത്. നീ എവിടെ ഇരിക്കുന്നത്? ഷീറ്റല്ലേ എവിടെ ഇരിക്കുന്നത്? ഓടി കൊരങ്ങി 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 ഇങ്ങനെ കയറി ഇരുന്ന പിന്നെ എന്നെ കൊരങ്ങി എന്നല്ല ഞങ്ങൾ എന്ത് വിളിക്കണ്ടേ? കൊരങ്ങി കൊരങ്ങി. അങ്ങനെ നമ്മൾ ഇശലിനെ അമലളിയന്റെ വീട്ടിലെത്തിച്ച് കുളിപ്പിച്ച് റെഡിയാക്കി കേക്ക് കുറിക്കാൻ റെഡിയാക്കി നിർത്തിയേക്കാണ്. ഉടുപ്പൊക്കെ പുതിയിട്ട് അളിയൻ അവിടെ ഓണത്തിനിറങ്ങി കച്ചവടം ചെയ്ത പടക്കമൊക്കെ കുറെ ഇരിപ്പുണ്ടായിരുന്നു. അതുമൊക്കെ എടുത്ത് പൊട്ടിച്ചു ഇശലിന്റെ ബർത്ത്ഡേ സെലിബ്രേഷന് വേണ്ടി. ഫസ്റ്റ് പീസ് കേക്ക് അവളുടെ അച്ചാച്ചിക്ക് കൊടുത്തിട്ട് അടുത്ത ആർക്കും കൊടുക്കാതെ നേരെ എനിക്ക് തരാൻ വേണ്ടിയാണ് ഓടി വന്നത്. അമ്മമ്മ അമ്മമ്മ നമുക്ക് ആർക്കും കൊടുക്കണമെന്ന് അറിയുന്നില്ല. ഫ്ലൈങ് കിസോട് താങ്ക് യു പറയണേ. കേക്ക് ശരി കേക്ക് ക്യാമറയ്ക്ക് കൊടുത്തേ. ആ മതി മതി. പിന്നെ ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും പാട്ടൊക്കെ പാടി ഇച്ചിരി ഡാൻസ് ഒക്കെ കളിച്ച് എല്ലാവരും പിരിഞ്ഞു. ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇത്രേ ഉള്ളൂ ഗൈസ്. ഓക്കെ ബൈ.